എല്ലാവർക്കും ഇഗ്നോ ലേണേഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് BPSC 131 പൊളിറ്റിക്കൽ സയൻസ് ആണ്. അപ്പൊ അതിൽ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ഏരിയയാണ് അപ്രോച്ചസ് ഇൻ പൊളിറ്റിക്കൽ തിയറി. അപ്പൊ നമ്മൾ പൊളിറ്റിക്കൽ തിയറി അപ്രോച്ച് ചെയ്യുമ്പം പ്രധാനമായിട്ടും നമ്മൾ എടുക്കുന്ന 3 സമീപനങ്ങളുണ്ട്. ഒന്ന് ഹിസ്റ്റോറിക്കൽ ആണ്, രണ്ടാമത്തെ നോർമാറ്റിക്കൽ ആണ്, മൂന്നാമത്തെ എംപിരിക്കൽ ആണ്. അപ്പം ഈ 3 അപ്രോച്ചസ് ആണ് നമുക്ക് ഈ ഒരു പോർഷനിൽ പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് എടുക്കാം. ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? മെനി തിയറിസ്റ്റ് ഹാവ് അറ്റംപ്റ്റഡ് മെനി തിയറി ബിൽഡിംഗ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻസൈറ്റ്സ് ആൻഡ് റിസോഴ്സസ് ഫ്രം ഹിസ്റ്ററി. നമുക്ക് ഓൾറെഡി അറിയാം, ഒരുപാട് തിങ്കേഴ്സ് തിയറി ബിൽഡ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഹിസ്റ്ററിയിൽ നിന്നുള്ള റിസോഴ്സസിന്റെ ഇൻസൈറ്റ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പം ഹിസ്റ്റോറിക്കൽ അപ്രോച്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾ തിയറി ബിൽഡ് ചെയ്യുന്നത്, തിയറി ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഹിസ്റ്റോറിക്കൽ റിസോഴ്സസിന്റെയും ഹിസ്റ്റോറിക്കൽ ഇൻസൈറ്റ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ നമ്മൾ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് സബൈൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? സബൈൻ ഈസ് വൺ ഓഫ് ദ മെയിൻ എക്സ്പൊണൻസ് ഓഫ് ദ ഹിസ്റ്റോറിക്കൽ കൺസെപ്ഷൻ. പിന്നെ ഒരു കൊബാൻ എന്ന് പറഞ്ഞ ഒരു തിങ്കറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. എന്താണ് കൊബാൻ? contends that the conventional approach which emphasizes a thorough understanding of history is the best way to approach the issues surrounding political theory. പൊളിറ്റിക്കൽ തിയറി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ അപ്രോച്ച് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയെ പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ തിയറി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിലൂടെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. It is true that history serves as a useful guide for us. നമുക്ക് ഓൾറെഡി അറിയാം, ഹിസ്റ്ററി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഒരു യൂസ്ഫുൾ ഗൈഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ ഒരു നിലവിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പാസ്റ്റിലും അതേ സിമിലർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് പാസ്റ്റ് റെഫറൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഹിസ്റ്ററി റെഫറൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ മുന്നേ ചെയ്തിട്ടുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും പോരായ്മകൾ അല്ലെങ്കിൽ പഴയ തിയറീസിലുള്ള പോരായ്മകൾ നമുക്ക് എന്ത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? പാസ്റ്റ് ഇവന്റ്സിന്റെ അടിസ്ഥാനത്തിൽ, ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? ഹിസ്റ്ററിയെ നമുക്ക് എന്തായിട്ട് എടുക്കാൻ സാധിക്കും? ഒരു യൂസ്ഫുൾ ഗൈഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇൻ അഡീഷൻ ടു ഹൈലൈറ്റിംഗ് ദ ഒറിജിൻസ്, ഇറ്റ് സജസ്റ്റ് ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ ടു തിങ്ക് ഡിഫറെന്റ്ലി ഫ്രം പ്രിവൈലിംഗ് ആൻഡ് ഫാഷനബിൾ വേ ഓഫ് തിങ്കിങ്. The comprehension of history also makes us more aware of the shortcoming of previous generation. അപ്പൊ മുന്നത്തെ ജനറേഷനിലുള്ള ആൾക്കാരുടെ പോരായ്മകൾ നമുക്ക് ഹിസ്റ്ററി മനസ്സിലാക്കുന്നതിലൂടെ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കും? കണക്ട്സ് ദം ടു ദ കറണ്ട് ജനറേഷൻസ് കളക്റ്റീവ് വിസ്ഡം. അപ്പൊ അവരുടെ പോരായ്മകൾ നികത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കളക്റ്റീവിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ നോളജ് നമുക്ക് എന്ത് ചെയ്യാം? അതുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. കണക്ട് ചെയ്യുമ്പോൾ ആ ഷോർട്ട് കമ്മിങ്ങിനെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കും. കുറച്ചുകൂടെ നമുക്ക് ക്രിയേറ്റിവിറ്റി എൻകറേജ് ചെയ്യാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്, ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ നോക്കാനുള്ളത്. അപ്പൊ അപ്രോച്ചസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഉറപ്പായിട്ട് എക്സാമിന് നമ്മുടെ ഈ ഒരു പൊളിറ്റിക്കൽ തിയറി റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇനി നമുക്ക് നോർമാറ്റീവ് അപ്രോച്ച് ആണ് നോക്കാനുള്ളത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ സോഷ്യൽ സയൻസസ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നോർമാറ്റീവ് സയൻസ് ആണ്. നോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡിയൽസിനെയാണ്, സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ നോം എന്ന് പറയുന്നത്. നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഐഡിയൽസിനെയാണ്, സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ നോംസ് എന്ന് പറയുന്നത്. Okay, the normative conception in political theory is known by different names. Some people prefer to call it a philosophical theory. അപ്പം പൊളിറ്റിക്കൽ തിയറിയിലെ നോർമാറ്റീവ് കൺസെപ്ഷനിലെ പല പേരുകളിലായിട്ട് നമ്മൾ വിളിക്കുന്നുണ്ട്. സാധാരണ പൊതുവെ എല്ലാവരും ഫിലോസഫിക്കൽ തിയറി എന്നാണ് അതിനെ പറയുന്നത്. വൈൽ അതേഴ്സ് റെഫേഴ്സ് ടു ഇറ്റ് ആസ് എ എത്തിക്കൽ തിയറി. മറ്റുള്ളവർ അതിനെ എത്തിക്കൽ തിയറി എന്ന് വിളിക്കുന്നു. The normative conception is based on the belief that the world and its event can be interpreted in terms of logic, purpose and ends with the help of theorist, intuition, reasoning, insights and experience. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? നോർമാറ്റീവ് കൺസെപ്ഷൻ എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബേസ്ഡ് ഓൺ ദ ബിലീഫ്, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദാറ്റ് ദ വേൾഡ് ആൻഡ് ഇറ്റ്സ് ഇവന്റ്സ്, നമ്മുടെ മുന്നിലുള്ള ലോകവും ഇവന്റ്സും ഒക്കെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ലോജിക്കിന്റെയും പർപ്പസിന്റെയും എൻസിന്റെ അടിസ്ഥാനത്തിലാണ്.
അപ്പം നമ്മൾ എന്താണ് ലോജിക്കിന്റെയും പർപ്പസിന്റെയും എൻസിന്റെ അടിസ്ഥാനത്തിൽ, ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വേൾഡിനെയും അതിന്റെ ഇവന്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, വ്യാഖ്യാനിക്കുന്നു. ഓക്കെ ആണല്ലോ. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് തിയറിസ്റ്റ്, ഇൻഡ്യൂഷൻ, റീസണിങ്, ഇൻസൈറ്റ് ആൻഡ് എക്സ്പീരിയൻസ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ തിങ്കറിന്റെ ഇൻഡ്യൂഷനും അവന്റെ റീസണിങ്ങും അവന്റെ ഇൻസൈറ്റും എക്സ്പീരിയൻസും ഒക്കെ അവൻ ഉപയോഗിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഫോർമുലേറ്റ് ചെയ്യുന്ന ആ സ്പെക്യുലേറ്റീവ് തിയറിയാണ് ഇവര് ഫോക്കസ് ചെയ്യുന്നത്, നോർമാറ്റീവ് അപ്രോച്ചിൽ ഫോക്കസ് ചെയ്യുന്നത്. നോർമാറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്? സ്പെക്യുലേറ്റീവ് ആയിട്ടുള്ള തിയറീസ് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാനുള്ളത് എംപിരിക്കൽ അപ്രോച്ച് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നോർമാറ്റീവ് അപ്രോച്ചിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, എംപിരിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. വാട്ട് ഹാസ് ഡോമിനേറ്റഡ് പൊളിറ്റിക്കൽ തിയറി ഇൻ ദ 20th century is not normativism, but another conception known as empirical political theory, which derives theory from empirical observation. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം എംപിരിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് നോർമാറ്റീവ് അപ്രോച്ചിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ 20ാം നൂറ്റാണ്ട് എടുക്കുമ്പോൾ അന്ന് പൊളിറ്റിക്കൽ തിയറിയിൽ ഡോമിനേറ്റ് ചെയ്ത് നിന്നത് നോർമാറ്റീവിസം അല്ലായിരുന്നു, പിന്നെന്താണ്, മറ്റൊരു കൺസെപ്ഷൻ ആയിരുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, എംപിരിക്കൽ പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത്, വിച്ച് ഡിറൈവ്സ് തിയറി ഫ്രം എംപിരിക്കൽ ഒബ്സർവേഷൻ. അപ്പൊ എംപിരിക്കൽ തിയറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? എംപിരിക്കൽ ഒബ്സർവേഷനിലൂടെയാണ്, അതായത് എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ ഇവിടെ തിയറീസ് എന്ത് ചെയ്യുന്നത്, ഡിറൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത്, ഫോർമുലേറ്റ് ചെയ്യുന്നത്. Empirical political theory refuses to accord the status of knowledge to those theories which indulge in value judgment. അപ്പൊ എംപിരിക്കൽ പൊളിറ്റിക്കൽ തിയറി എടുക്കുമ്പോൾ അവൻ എന്തിനെയൊക്കെ എതിർക്കുന്നുണ്ട്, എന്തിനെയൊക്കെ ഡിനേ ചെയ്യുന്നുണ്ട്? വാല്യൂ ജഡ്ജ്മെന്റ്സിനെയൊക്കെ ഡിനേ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു വാല്യൂ ജഡ്ജ്മെന്റ്സ് ഒക്കെ എവിടെയാണ് വരുന്നത്? നോർമാറ്റീവ് അപ്രോച്ചിലാണ് വരുന്നത്. നാച്ചുറലി therefore normative political theory is debunked as a mere statement of opinion and preferences. അപ്പൊ നോർമാറ്റീവ് പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരാളുടെ ഒപ്പീനിയനും പ്രിഫറൻസും മാത്രമാണ്, ഒരാളുടെ വ്യൂ പോയിന്റ് മാത്രമാണ്. ഒരിക്കലും നമുക്ക് അതിനൊരു ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട്, വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു വസ്തുതയായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. ദ ഡ്രൈവ് ഫോർ വാല്യൂ ഫ്രീ തിയറി സ്റ്റാർട്ടഡ് ഇൻ ഓർഡർ ടു മേക്ക് ദ ഫീൽഡ് ഓഫ് പൊളിറ്റിക്കൽ തിയറി സയന്റിഫിക് ആൻഡ് ഒബ്ജക്റ്റീവ്. അപ്പൊ എന്താണ് ഇവിടുത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്? എന്താണ്? ഡ്രൈവ് ഫോർ വാല്യൂ ഫ്രീ തിയറി. അതായത് നമ്മൾ ഒരു തിയറി ഉണ്ടാക്കുമ്പം അതിൽ ഒരു വ്യക്തിയുടെ വാല്യൂ ഉണ്ടാകാൻ പാടില്ല, ഒരു സൊസൈറ്റിയുടെ വാല്യൂ ഉണ്ടാകാൻ പാടില്ല. വാല്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? സ്പെക്യുലേറ്റീവ് ആയിട്ട് മാറും, തിയറിറ്റിക്കൽ ആയിട്ട് മാറും, അല്ലെ? അത് ജസ്റ്റ് ഒരു ഒപ്പീനിയൻ ആയിട്ട് മാറും, അത് സബ്ജക്റ്റീവ് ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്ക് വേണ്ട തിയറി എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമായിട്ടുള്ള തിയറിയാണ്. അപ്പൊ അതെന്തായിരിക്കണം? വാല്യൂ ഫ്രീ തിയറി ആയിരിക്കണം. ഓക്കെ ആണല്ലോ. സ്റ്റാർട്ടഡ് ഇൻ ഓർഡർ ടു മേക്ക് ദ ഫീൽഡ് ഓഫ് പൊളിറ്റിക്കൽ തിയറി. അങ്ങനെ ആവുമ്പോഴാണ് പൊളിറ്റിക്കൽ തിയറി എന്തായിട്ട് മാറുന്നത്? ഒബ്ജക്റ്റീവ് ആയിട്ട് മാറുന്നത്, വസ്തുനിഷ്ഠമായിട്ട് മാറുന്നത്, സയന്റിഫിക് ആയിട്ട് മാറുന്നത്. ആൻഡ് ഹെൻസ് എ മോർ റിലയബിൾ. എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ റിലേ ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ കൂടുതൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ എന്തായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ? ഒരു ഗൈഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ദിസ് ന്യൂ ഓറിയന്റേഷൻ കെയിം ടു ബി നോൺ ആസ് പോസിറ്റിവിസം. അപ്പൊ ഈ ഒരു പുതിയ ഓറിയന്റേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോസിറ്റിവിസം എന്ന് പറയുന്നത്. പോസിറ്റിവിസം വരുമ്പോഴത്തേക്ക് അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒബ്സർവേഷനും എക്സ്പീരിയൻസിനും എക്സ്പെരിമെന്റേഷനും ഒക്കെയാണ്. അപ്പൊ എംപിരിക്കൽ അപ്രോച്ചിനാണ് അവർ കൂടുതലും പ്രാധാന്യം നൽകുന്നത്. ഓക്കെ ആണല്ലോ. അണ്ടർ ദ സ്പെൽ ഓഫ് പോസിറ്റിവിസം, ഈ പോസിറ്റിവിസത്തിൽ അവരെന്താണ്? വാല്യൂ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ തിയറീസിനെയും മെറ്റാഫിസിക്സിനെയും ഒക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്? റിജക്ട് ചെയ്യുന്നുണ്ട്, ഡിനൈ ചെയ്യുന്നുണ്ട്. അണ്ടർ ദ സ്പെൽ ഓഫ് പോസിറ്റിവിസം പൊളിറ്റിക്കൽ തിയറിസ്റ്റ് സെറ്റ് ഔട്ട് ടു അറ്റൈൻ സയന്റിഫിക് നോളജ് അബൌട്ട് പൊളിറ്റിക്കൽ ഫിനോമിന. അപ്പം രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതിഭാസത്തിന്റെ ശാസ്ത്രീയമായിട്ടുള്ള നോളജിലോട്ട് എത്തിച്ചേരാനാണ് അവര് ശ്രമിക്കുന്നത്. അപ്പൊ ഒരുപാട് പൊളിറ്റിക്കൽ ഇവന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫിനോമിനാസ് ഉണ്ട്. അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള നോളജ് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് എംപിരിക്കൽ അപ്രോച്ചിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോസിറ്റിവിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയിലും ഒക്കെ എങ്ങനെയാണ് നമ്മൾ നോളജ് ഫോർമുലേറ്റ് ചെയ്യുന്നത്, അതേപോലെ വേണം പൊളിറ്റിക്കൽ തിയറിയിലെ നോളജ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. അതാണ് പോസിറ്റിവിസം പറയുന്നത്. അപ്പൊ എന്താണ്? പൊളിറ്റിക്കൽ തിയറിസ്റ്റ് സെറ്റ് ഔട്ട് ടു അറ്റൈൻ സയന്റിഫിക് നോളജ് അബൌട്ട് പൊളിറ്റിക്കൽ ഫിനോമിന ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ. അപ്പം അവര് എന്താണ് സയന്റിഫിക് നോളജ് ഫോർമുലേറ്റ് ചെയ്യുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വെരിഫിക്കേഷൻ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് എംപിരിക്കലി വെരിഫൈഡ് ആയിട്ടുള്ള, എംപിരിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന തിയറീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? പൊളിറ്റിക്കൽ തിയറിസ്റ്റ് സെറ്റ് ഔട്ട് ടു അറ്റൈൻ സയന്റിഫിക് നോളജ് അബൌട്ട് പൊളിറ്റിക്കൽ ഫിനോമിന ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ.
എന്താണ് ആ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെരിഫിക്കേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, വിച്ച് കുഡ് ബി എംപിരിക്കലി വെരിഫൈഡ് ആൻഡ് പ്രൂവ്ഡ്. അതായത് എക്സ്പീരിയൻസിലൂടെ വെരിഫൈ ചെയ്യപ്പെടുന്ന, പ്രൂവ് ചെയ്യപ്പെടുന്ന സ്റ്റേറ്റ്മെന്റിനെ മാത്രമേ അവർ എന്ത് ചെയ്യുന്നുള്ളൂ, അംഗീകരിക്കുന്നുള്ളൂ. അങ്ങനെ എംപിരിക്കലി വെരിഫൈഡ് ആവുന്നത്, എംപിരിക്കലി പ്രൂവ്ഡ് ആവുന്ന സ്റ്റേറ്റ്മെന്റ് മാത്രമേ എന്താകുള്ളൂ, സയന്റിഫിക് ആകുള്ളൂ, ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് ആകുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അപ്രോച്ചസ് ഇൻ പൊളിറ്റിക്കൽ തിയറിയിൽ പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. പൊളിറ്റിക്കൽ തിയറിയിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ചോദിക്കുന്ന ചോദ്യത്തില് ഏത് ഏരിയയിൽ നിന്നായിരിക്കും വരുന്നത്, അപ്രോച്ചസ് ഇൻ പൊളിറ്റിക്കൽ തിയറി നിന്നായിരിക്കും ചോദിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചാനൽ